ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വെജിറ്റബിൾ സ്റ്റൂ ആണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണത്. നമുക്ക് നോക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ ഇവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രോസൺ ഗ്രീൻ പീസ്, ക്യാരറ്റ്. ഇത് എപ്പോഴും കഷ്ണങ്ങൾ എടുക്കുമ്പോൾ പൊട്ടറ്റോ എപ്പോഴും കുറച്ച് കൂടുതൽ എടുക്കുക. അതിലും കുറച്ച് കുറവ് ഗ്രീൻ പീസ്, അതിൽ കുറച്ചും കുറവ് ക്യാരറ്റ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1-ാം പാൽ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 2-ാം പാൽ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കുറച്ച് നല്ല തിക്കായിട്ടുള്ള പാലായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ. ഞാൻ 1 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 സവാള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. വേപ്പിൻ്റെ ഇല, പച്ചമുളക് ആവശ്യത്തിന്, ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. ഇതിനകത്തൊന്നും നമ്മൾ സാധാരണ നമ്മൾ സ്റ്റൂവിൽ ഒന്നും ചതച്ച് ചേർക്കില്ല. അപ്പോൾ നമ്മൾ ഇഞ്ചി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വിനീഗർ, നമ്മുടെ പുളിക്കനുസരിച്ച് എടുക്കുക. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം നമ്മുടെ സ്റ്റൂ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നെയ്യിൽ കാഷ്നട്ട് വറുത്ത് ചേർക്കും. ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. സാധാരണ നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കില്ല. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഈ എണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്കിത് നെയ്യിലും ഉണ്ടാക്കാം. പക്ഷെ നമുക്കിപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. അവസാനം നമുക്ക് കാഷ്നട്ടൊക്കെ വറുത്തിടുമ്പോൾ നമുക്ക് നെയ്യിലുണ്ടാക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇലയും സവോളയും ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ സവാളയ്ക്ക് നല്ലൊരു ഗോൾഡൻ കളറാവണം. നമ്മുടെ സവാളയ്ക്ക് ഒരു ഗോൾഡൻ കളറായിട്ട് ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർക്കാം. ടേസ്റ്റിന് ആ കുരുമുളക് പൊടിയൊക്കെ എണ്ണയിൽ കിടന്ന് അങ്ങനെ മുരിഞ്ഞെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റിന്. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം, ഗ്രീൻ പീസ് ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. വെജിറ്റബിൾസൊക്കെ മസാലയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ആദ്യം തന്നെ ഇതെല്ലാം കൂടിയിട്ടൊന്ന് വേവിക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ വെജിറ്റബിൾസൊക്കെ എണ്ണയിൽ കിടന്നിട്ട് മുരിഞ്ഞ് വേവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്കത് മൂടി വയ്ക്കാം. നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-ാം പാൽ ചേർക്കാം. ഇനി നമ്മളിതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് മൂടി വയ്ക്കരുത്. ഇനി ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചിട്ട് ഇപ്പം നമ്മളിതിനകത്ത് 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. അത് 1 കപ്പ് ആവണ വരെ നമുക്കിതൊന്ന് തിളപ്പിക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് തിക്കാവും. അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ചേർക്കാം. നമ്മുടെ 1-ാം പാലും നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വിനീഗർ ചേർക്കാം. നമ്മുടെ പുളിക്കനുസരിച്ച് ചേർക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കാഷ്നട്ട് നെയ്യിൽ വറുത്ത് ചേർക്കാം. ഇനി നമുക്ക് കാഷ്നട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർക്കാം. നമുക്കിതിലേക്ക് കാഷ്നട്ട് ചേർക്കാം. നമ്മുടെ കാഷ്നട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് ഇത് നമുക്ക് എടുത്തിട്ട് നമ്മുടെ സ്റ്റൂവിലേക്ക് ചേർക്കാം.